പല വീടുകളിലും ചെളി നിറഞ്ഞു കിടക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ അവിടെ അന്വേഷണം നടത്താനും തെരച്ചിൽ നടത്താനും വളരെ ബുദ്ധിമുട്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ മുണ്ടകൈ ഭാഗത്തും ചൂരൽമലയിലുള്ള വീടുകളിലേക്ക് സൈന്യം തെരച്ചിൽ നടത്തി തുടങ്ങി എന്നാണ് അറിയുന്നത്. KR ഗോപികൃഷ്ണൻ വിശദാംശങ്ങളുമായി ചേരുന്നു. ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത് തത്സമയ ദൃശ്യങ്ങളാണ്. ഗോപികൃഷ്ണൻ, വിവരങ്ങൾ പറയൂ. എസ് കെ ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ചെളി മൂടിക്കിടക്കുന്ന ഈ ചൂരൽമലയിലെ വീടുകളിലേക്ക് സൈന്യം എത്തുകയാണ്. സേനാംഗങ്ങൾ, നമുക്ക് കാണാമോ ദൃശ്യങ്ങളിൽ, സേനാംഗങ്ങൾ വീടിനകത്തേക്ക് കയറി അവിടെ പരിശോധനകൾ നടത്തുകയാണ്. വീട്ടിനകത്ത് ചെളി മൂടിക്കിടക്കുന്ന ദൃശ്യങ്ങൾ ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇവിടെ എല്ലാം 29-ാം തീയതി വരെ വളരെ സജീവമായി ആളുകൾ സന്തോഷത്തോടു കൂടി ജീവിച്ചിരുന്നതാണ്. ആ വീട്ടിലേക്കാണ്, ആ വീടുകളൊക്കെ തന്നെ ഇന്ന് അനാഥമാക്കപ്പെട്ടിരിക്കുന്നു. ആ വീടുകളൊക്കെ തന്നെ ഇനി ഒരു തരത്തിലും വാസയോഗ്യമല്ലാതായി മാറിയിരിക്കുന്നു. ചെളിക്കെട്ടുകളും പാറക്കല്ലുകളും ഉരുളൻ കല്ലുകളും വലിയ മരത്തടികളുമൊക്കെ ആ വീടുകളെയൊക്കെ ഇല്ലാതാക്കി കഴിഞ്ഞിരിക്കുന്നു. ഈ വീടുകളിലേക്ക് ഒരിക്കലും ഒരു മടങ്ങിവരവ് സാധ്യമല്ല എന്ന് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. സേന നേരത്തെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടതുപോലെ തന്നെ എല്ലാ ഇടങ്ങളിലേക്കും അവരുടെ തിരച്ചിൽ ഊർജിതമായി വ്യാപിപ്പിക്കുകയാണ്. ഇതുവരെ യന്ത്ര സാമഗ്രികളുടെ സഹായത്തോടുകൂടി ചൂരൽമല പുഴയുടെ സമീപ പ്രദേശങ്ങളിലായിരുന്നു ഇന്നലെ തിരച്ചിൽ സജീവമായിരുന്നെങ്കിൽ ഇന്നിപ്പോൾ സേനാംഗങ്ങൾ വീടുകൾക്കകത്ത് ചെളി പൂണ്ടുകിടക്കുന്ന ഇടങ്ങളിലേക്ക് അവർ യന്ത്ര സാമഗ്രികളുമായി എത്തി പരിശോധനകൾ ശക്തമാക്കുകയാണ്. ഞാൻ പറഞ്ഞത്, ഇവിടെയെല്ലാം മനുഷ്യ ജീവിതങ്ങൾക്ക് അവർക്കൊരു ഈ ദുരന്തമുഖത്ത് നിന്ന് ചില കഥകൾ പറയാനുണ്ട്. അങ്ങനെ ഒരു ജീവിത കഥയിലേക്കാണ് നമ്മൾ പോകുന്നത്. എന്നോടൊപ്പം ഉള്ളത് പൊന്നൻ ചേട്ടനാണ്. പൊന്നൻ ചേട്ടൻ്റെ വീടാണതാ നമ്മൾ ഈ കാണുന്നത്. അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ മുൻഭാഗത്ത് ആ ഭാഗമില്ല, ആ വീടിൻ്റെ മുക്കാൽ ഭാഗത്തേക്കും ചെളി കയറിക്കഴിഞ്ഞു. ആ പൂമുഖമാണ്, അദ്ദേഹവും ഭാര്യയും 2 മക്കളും വൈകുന്നേരങ്ങളിൽ ഇരുന്ന് സംസാരിക്കാറുള്ള ആ പൂമുഖമാണ് നമ്മൾ ചെളി നിറഞ്ഞു കിടക്കുന്നത് കാണുന്നത്. പുറത്തൊരു ഗ്യാസ് കുറ്റി കിടക്കുന്നത് കാണാം, ഒരു ഹെൽമെറ്റ് ചെരിഞ്ഞു കിടക്കുന്നത് കാണാം. വീടിൻ്റെ അകത്തേക്കൊന്നും പ്രവേശിക്കാനേ കഴിയാത്ത സാഹചര്യമാണ്. തൻ്റെ വീടിന് എന്ത് സംഭവിച്ചിരിക്കുന്നു, ഇപ്പോൾ അതിൻ്റെ അവസ്ഥ എന്താണെന്ന് നോക്കാൻ പൊന്നൻ ചേട്ടൻ ഇവിടെ വന്നതാണ്. അദ്ദേഹത്തിൻ്റെ അയൽവാസികളിൽ പലരും, തൊട്ട് ചേർന്ന് കിടക്കുന്ന വീടുകളിലുള്ളവരൊക്കെ ഉരുൾപൊട്ടലിൻ്റെ ആദ്യ മണിക്കൂറിൽ തന്നെ ഇവിടെ നിന്ന് ഉയർന്ന പ്രദേശങ്ങളിലേക്ക് പോയി രക്ഷ തേടിയവരാണ്. പക്ഷേ നിർഭാഗ്യവശാൽ അതിന് കഴിയാത്ത 1-2 വീടിനപ്പുറത്തുള്ളവരൊക്കെ ഇന്ന് എവിടെയാണെന്ന് പോലും അറിയാത്ത സാഹചര്യമാണ്. ആ വേദനയിലും ദുഃഖത്തിലുമാണ് പൊന്നൻ ചേട്ടൻ നിൽക്കുന്നത്. അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് വീണ്ടും തിരികെ വന്നിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യയും 2 മക്കളും ഇപ്പോൾ മേപ്പാടി ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിയുകയാണ്. പൊന്നൻ ചേട്ടൻ എന്താണ് പറയാനുള്ളത് നമുക്ക് നോക്കാം. എനിക്കറിയില്ല അദ്ദേഹം ഈ സമയത്ത് എത്രമാത്രം നമ്മളോട് സംസാരിക്കാൻ അദ്ദേഹത്തിന് പറ്റുമെന്ന്. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, അദ്ദേഹത്തിന് ബുദ്ധിമുട്ടാണെങ്കിൽ അദ്ദേഹം സംസാരിക്കേണ്ടതില്ല എന്ന്. പക്ഷേ അദ്ദേഹം പറഞ്ഞു, സംസാരിക്കാം, ഞങ്ങൾ അനുഭവിച്ച വേദനയും പ്രശ്നങ്ങളും ഒക്കെ എന്താണ് എന്ന് എല്ലാവരും അറിയട്ടെ എന്ന്. പൊന്നൻ ചേട്ടൻ, ഈ വീട് ഇപ്പോൾ കാണുമ്പോൾ എന്താണ്? വീട് കാണുമ്പോൾ മാനസികമായിട്ട് ഭയങ്കര ടെൻഷനാണ്. ഞങ്ങൾ ഇത്ര ദിവസം ക്യാമ്പിലായിരുന്നു. ഇപ്പോൾ ഇവിടെ വന്നപ്പം ആകെ തകർന്നു പോയി. ഇനി ഞങ്ങൾ എന്ത് ചെയ്യുന്നുള്ളത് ഒന്നും തന്നെ അറിയുന്നില്ല. മക്കളെ അറിഞ്ഞാൽ ഇങ്ങോട്ടേക്ക് വിടൂലായിരുന്നു. മക്കളറിയാതെ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നതാണ്. വൈഫ് അവിടെ ഉണ്ട്. ഇവിടെ ഞങ്ങൾ ഇപ്പോൾ ഇനി 2 ദിവസം കൂടിയുള്ള ക്യാമ്പിൽ നിന്ന് വരാൻ. ക്യാമ്പിൽ നിന്ന് വന്നാൽ എവിടെ പോകും? ജോലിയില്ല, ഒന്നുമില്ല, 1 രൂപ പോലും എടുക്കാനില്ല. അന്നന്ന് കിട്ടി കഴിയുന്ന ഒരാളാണ്. ഇനി മക്കൾക്ക് നമ്മൾ എന്ത് ചെയ്യും? ഒന്നും അറിയുന്നില്ല. ദൈവത്തോട് പ്രാർത്ഥിക്കുക. അടുത്ത അയൽവാസികളൊക്കെ കുറേ മരണപ്പെട്ടു പോയി. ഇനി ഇവിടെ അങ്ങോട്ട് എന്ത് ചെയ്യണമെന്നുള്ളത് ഒന്നുമില്ല. ഇതിനാണെങ്കിൽ കുറച്ച് ലോൺ എടുത്തിട്ടാണ് ഞാൻ വീട് വെച്ചത്. ബാങ്കിൽ കുറച്ച് ലോണുണ്ട്, അതും അടയ്ക്കണം. അതടയ്ക്കാൻ ഒരു മാർഗം കാണുന്നില്ല. എന്താ ചെയ്യേണ്ടതെന്ന് അറിയുന്നില്ല. ഉരുൾപൊട്ടലുണ്ടായ ഇപ്പോൾ സമയമൊക്കെ പല സമയം പറഞ്ഞു, പക്ഷേ പൊന്നൻ ചേട്ടൻ പറയുന്നത് ഒരു കൃത്യസമയം ഒന്നാണ് അല്ലേ? 1:10, കറക്റ്റ് 1:10 ഫസ്റ്റ് പൊട്ടൽ പൊട്ടിക്കഴിയും. ആ സമയത്താണ് വെള്ളം കയറുന്നത്. വെള്ളം ചെളിയും കൂടി വന്ന് അതിലാണ് എല്ലാവരും ഇവിടെ നിന്ന് ഓടി ഞങ്ങൾ ടൗണിലേക്ക് എത്തി കുറച്ച് റെസ്റ്റൊക്കെ എടുത്ത സമയത്ത് 2:45 വീണ്ടും പൊട്ടി. അത് ഭയങ്കരമായ സൗണ്ടാണ്. അതിലൊരു രക്ഷയില്ല. ഈ വീട്ടിൽ നിന്ന് നിങ്ങൾ ഭാര്യയും മക്കളും പോകുമ്പോൾ അടുത്ത വീട്ടുകാരോടൊക്കെ പറഞ്ഞു ഓടി രക്ഷപ്പെട്ടോളം? പറഞ്ഞു. പക്ഷെ എന്നിട്ടും അയൽവാസികൾ ചിലർ അവർക്ക് പറ്റില്ല, ഇറങ്ങാൻ കഴിഞ്ഞിട്ടില്ല. അവരെല്ലാവരും 2 നില ആയതുകൊണ്ട് അതിൻ്റെ മേലെ 4 പേര് കയറി നിന്നു. പക്ഷെ ഇവരൊന്നും കണ്ടിട്ടേ ഇല്ല. ഞങ്ങളെല്ലാവരും ഇറങ്ങി ഓടി. പിന്നെ അവരെല്ലാവരും വന്നു. ഫസ്റ്റ് പൊട്ടൽ കഴിഞ്ഞ് എല്ലാം റോട്ടിലേക്ക് എത്തി. പിന്നെയാണ് 2ാമത്തെ പൊട്ടുന്നത്. അതിലാകെ ചെളിയും മണ്ണും കല്ലും ലൈവായിട്ട് പിന്നെ വരിക. പിന്നെ ഒരു രക്ഷയില്ല. പിന്നെ ഞങ്ങൾ ഓടുകയാണ്, ഇട്ട ഡ്രസ്സും കൊണ്ട് ഓടുകയാണ്. ഞാനും മക്കളും ഭാര്യയും എല്ലാവരും ഉണ്ട്. ഓടി രക്ഷപ്പെട്ടതാണ്. രാവിലെ വരുമ്പോഴാണ് ആകെ വിഷയങ്ങൾ. ബന്ധത്തിൽ നഷ്ടപ്പെട്ടവർ ചിലർ സുഹൃത്തുക്കളൊക്കെയാണല്ലേ? സുഹൃത്തുക്കൾ ഒരുപാടുണ്ട്. സുഹൃത്തുക്കളെല്ലാവരും പോയി. മുണ്ടക്കയിൽ നിന്ന് ഒരുപാട് എനിക്ക് സുഹൃത്തുക്കളുണ്ട്. എൻ്റെ അയൽവാസികളുണ്ട്. ചൂരമല സ്കൂൾ HS റോഡിലെ സ്കൂൾ ഭാഗങ്ങളിൽ എൻ്റെ സുഹൃത്തുക്കളുണ്ട്. ഡെയിലി കാണുന്നതാണ്. അതെല്ലാം നഷ്ടപ്പെട്ടു പോയി. വളരെയധികം ദുഃഖം, വിഷമങ്ങൾ, പറഞ്ഞാൽ തീരാത്ത ദുഃഖങ്ങളാണ് എൻ്റെ ജീവിതം. ഓടുമ്പോൾ നിങ്ങൾ ഇവിടുന്ന് രക്ഷപ്പെട്ട് ഓടുമ്പോൾ എന്തെങ്കിലുമൊക്കെ കയ്യിൽ കരുതാൻ പറ്റും? ഇപ്പോൾ കുട്ടികളുടെ രേഖകളോ അങ്ങനെ ഒന്നും എടുത്തില്ല. എല്ലാവരും ഫോൺ എടുത്തിട്ടുണ്ട്. അത് ഫോണിലുള്ള വെളിച്ചം കൊണ്ടാണ് നമ്മൾ ഓടുന്നത്. വേറെ ഒന്നും തന്നെ ഇല്ല.
ഒരു സാധനമില്ല, ഇട്ട ഡ്രസ്സ് മാത്രം. അപ്പോൾ ഇതൊക്കെ ക്യാമ്പിൽ നിന്ന് കിട്ടിയതാണ്, വേറെ ഒന്നും തന്നെ ഇല്ല. പൊന്നൻ ചേട്ടൻ ഇപ്പോൾ ഇവിടെ വരുമ്പോൾ ഇപ്പോൾ നമുക്ക് തന്നെ ഇത് കണ്ടു നിൽക്കാൻ പറ്റുന്നില്ല. അപ്പോൾ നിങ്ങൾ വളരെ സുഖമായിട്ട് കഴിഞ്ഞിരുന്ന ഒരു പ്രദേശമാണല്ലോ. ഇപ്പോൾ വീടൊക്കെ കാണുമ്പോൾ എന്താ പൊന്നൻ ചേട്ടന് തോന്നുന്നത്? എന്താ ടെൻഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വീട് പോയി. ഈ 61 വയസ്സായി, 61 വയസ്സ് വരെ ഉണ്ടാക്കിയ എല്ലാ സാധനങ്ങളും നഷ്ടപ്പെട്ടു പോയി. ഒന്നും തന്നെ ഇല്ല, പൂജ്യം. ഇവിടെ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നതാണ് ഇനിയിപ്പോൾ നമ്മൾക്ക് ടെൻഷൻ കൊണ്ട് ഇങ്ങനെ ആലോചിച്ച് നിൽക്കുമ്പോഴാണ് നിങ്ങൾ വരുന്നത്. നിങ്ങൾ വന്നപ്പോൾ നിങ്ങളടുത്ത് പറഞ്ഞു, അതാണ് സംഭവങ്ങൾ. ഇപ്പോൾ ഈ സൈന്യം വീടിനകത്തൊക്കെ തിരച്ചിൽ നടത്തുന്നുണ്ട്. അപ്പോൾ മൃതശരീരങ്ങളൊക്കെ അവിടെ നിന്ന് ഒഴുകി വന്ന് ചിലപ്പോൾ ഇതിൻ്റെ അടിയിലൊക്കെ ഉണ്ടാകാൻ സാധ്യത, അങ്ങനെയൊക്കെ തോന്നുന്നുണ്ടോ? എന്താ തോന്നുന്നുണ്ട്. ഞാൻ കഴിഞ്ഞ അന്ന് തലേദിവസം തന്നെ ഞങ്ങൾ ഇവിടെ ഉണ്ടായപ്പോൾ ഇവിടുന്ന് ഒരു ബോഡി കിട്ടിയിരുന്നു. തലയില്ലാത്തൊരു ബോഡി കിട്ടി. അത് കണ്ടപ്പോൾ ആകെ ഷോക്കായിപ്പോയി. പിന്നെ എന്ത് ചെയ്യും? പിന്നെ അത് കഴിഞ്ഞ് ഒരു 5 മിനിറ്റ് പിന്നെ ബോഡികൾ ഇവിടെ ദുരിതരയിൽ കിടക്കുകയാണ്. ഒരു 8-10 ബോഡിയോളം ഇവിടുന്ന് എടുത്തു, ഇവിടുന്ന് തന്നെ. പിന്നെ അതിൻ്റെ ബാക്കിൽ നിന്ന് ഒരു 17 ബോഡി എടുത്തു. അങ്ങനെയും ഇത്രയും ബോഡികളെടുത്തു. അപ്പോൾ ആകെ നിൽക്കാൻ പറ്റാത്തൊരവസ്ഥ. എന്നാലും ഞാൻ 7 മണി വരെ ഇവിടെ നിന്നിരുന്നു, വൈകുന്നേരം. എന്നിട്ടാണ് ക്യാമ്പിലേക്ക് പോയത്. അതിന് ശേഷം എന്നാണ് വരുന്നത്. വന്നപ്പോഴാണ് നിങ്ങളെല്ലാം കണ്ടത്. ഇനിയിപ്പോൾ എന്താണ് ദൈവം നിശ്ചയിച്ചിട്ടുണ്ടെന്നുള്ളത് നമുക്കറിയില്ല. ഈ അയൽവാസികൾ മരിച്ചവരാരെങ്കിലും കണ്ടോ? പിന്നെ ഈ മൃതദേഹം കിട്ടിയോ അവരുടെയൊക്കെ? കിട്ടി. ഒരാളത് കിട്ടി, രാംകുട്ടിയേട്ടന് കിട്ടി. രാംകുട്ടിയേട്ടൻ്റെ വൈഫിന് കിട്ടിയിട്ടില്ല. ചാന്ത് മുഹമ്മദ് എന്ന് പറഞ്ഞ ഒരാളുടെ, അയാളെ ബോഡി കിട്ടി. അയാളെ വൈഫിൻ്റെ ബോഡി കിട്ടി. ഹംസയുടെ ഭാര്യയുടെ മോളതും കിട്ടി. അതുപോലെ അബ്ബുയുടെ അവരത് കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞത്. ഞാൻ ഇന്ന് വന്ന് അന്വേഷിക്കാൻ കഴിഞ്ഞിട്ടില്ല, ഇപ്പോൾ അവളെ വന്നത്. ഇന്ന് പോയിട്ട് അന്വേഷിക്കണം അവരുടെ കൂടെ. SK, ഇതുപോലെ ഈ ദുരിതത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവരുണ്ട്. അവരെക്കുറിച്ച് ഓർക്കുമ്പോൾ ഇവർക്കൊക്കെ വിഷമമുണ്ട്. പക്ഷേ അതിനേക്കാൾ ഇപ്പോൾ ഇവരുടെ ഒരു വലിയ ആശങ്ക, ഇപ്പോൾ ഈ കണ്ടില്ലേ ഈ വീടുകൾ, ഈ കഴിഞ്ഞ ആളുകളൊക്കെ ഇവരെവിടെ പോകും, എങ്ങനെ ജോലി ചെയ്ത് ജീവിക്കും, ഇനി എന്താണ്? ഇപ്പോൾ പൊന്നച്ചേട്ടൻ്റെ മക്കൾ പഠിക്കുന്ന കുട്ടികളാണ്. അപ്പോൾ അദ്ദേഹം ചോദിക്കുന്നത്, ഞാൻ ദിവസക്കൂലിക്ക് ഇവിടെ ജോലി ചെയ്തിരുന്ന ആളാണ്, അങ്ങനെയാണ് കുടുംബം പോറ്റിയിരുന്നത്. അപ്പോൾ ഇതുപോലെ 100 കണക്കിന് ആളുകൾ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ ആശങ്കയോടുകൂടി കഴിയുന്നുണ്ട്. അവരുടെ കാര്യത്തിൽ എന്ത് തീരുമാനമാണ് ഉണ്ടാകാൻ പോകുന്നത്? സർക്കാർ എങ്ങനെയാണ് ഇവരുടെയൊക്കെ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കാൻ പോകുന്നത്? എന്ത് പരിഹാരമാണ് ഉണ്ടാക്കാൻ പോകുന്നത്? സത്യത്തിൽ അവർ ഇപ്പോൾ ഉറ്റവരെ നഷ്ടപ്പെട്ടവരുണ്ട്, അതൊരു തീരാ ദുഃഖവും നഷ്ടവുമാണ്. പക്ഷെ അങ്ങനെയൊക്കെ പറയുമ്പോഴും അതിനേക്കാളൊക്കെ മുകളിൽ നിൽക്കുകയാണ് ഇനി എന്ത് എന്ന ഭയാനകമായ ചോദ്യം. ഇപ്പോഴും ഈ വീടുകളിലെ തിരച്ചിൽ നടക്കുന്നത് നമുക്ക് കാണാം. സേനാംഗങ്ങൾ ഓരോ ഇടങ്ങളിലായിട്ട് എത്തുന്നു. മണ്ണുമാന്തി യന്ത്രങ്ങൾ എത്തിയിട്ട് ഇവിടെയെല്ലാം എക്സ്കവേറ്റേഴ്സ് ഉപയോഗിച്ച് മണ്ണ് നീക്കം ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഈ പൊന്നൻ ചേട്ടനൊക്കെ പറഞ്ഞതുപോലെ തന്നെ ഈ മൺകൂനകൾക്കടിയിലൊക്കെ തൊട്ട് അയൽപ്പക്കത്ത് കളിച്ചും ചിരിച്ചും സൗഹൃദം പങ്കിട്ടും കഴിഞ്ഞിരുന്ന അവരുടെ മൃതശരീരങ്ങൾ ഒരുപക്ഷെ ഉണ്ടാകും. അല്ലെങ്കിൽ ഇവിടെ കുന്നിൻ മുകളിൽ കിടക്കുന്ന മുണ്ടക്കൈയിൽ നിന്ന് പ്രകൃതിയുടെ ക്ഷോഭത്തിൽ ഉരുകി ഒലിച്ചു വന്ന ഈ വെള്ളച്ചാട്ടത്തിൽ അവരുടെ ആരുടെയെങ്കിലും ഒക്കെ അനാഥമായ പ്രേതങ്ങൾ പോലെ ഈ മണ്ണിനടിയിൽ അവരുടെയൊക്കെ ശരീരങ്ങൾ കണ്ടെത്തിയേക്കാം എന്നാണ്. ഏതായാലും സൈന്യത്തിന്റെ തിരച്ചിൽ ഇന്നും വളരെ ഊർജിതമായി നടക്കുന്നുണ്ട്. അതിൽ ഒരുപക്ഷെ മൃതദേഹങ്ങളോ ശരീരഭാഗങ്ങളോ ഒക്കെ കണ്ടെത്തിയേക്കാം. SK.